ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ ഓൺ ദി അതർ സൈഡ് ഈ സിനിമയുടെ കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് ആളുകൾക്ക്. ഒന്ന് സെൻസർ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഉണ്ടായിരുന്നു. കാരണം കട്ടായി പോയ സീനുകൾ എന്തോരം ഉണ്ട്, അത് OTT വരും എന്നുള്ളത് പ്രൊഡ്യൂസറിന്റെ ഫസ്റ്റ് എവർ റെസ്പോൺസ് ആയിരുന്നു അത്. പിന്നെ ഈ പറഞ്ഞ റിയാസ് ഖാന്റെ സീക്വൻസിനെ കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കുറെ വീഡിയോസ് കാണുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞത് ബാക്ക് ഫയർ ആവാൻ പാടില്ല. ആക്ച്വലി റിയാസ് ഖാന്റെ ഒരിക്കലും എല്ലാവരും പറഞ്ഞു റിയാസ് ഖാൻ എന്തോ ബ്രൂട്ടൽ സീനാണ്. ഒരിക്കലും റിയാസ് ഖാന്റെ ബ്രൂട്ടൽ സീൻസ് അല്ല. അത് സിനിമ നമ്മളുടെ ലെങ്ത്തും പിന്നെ സിനിമയുടെ ഒരു താളത്തിനനുസരിച്ചിട്ട് സിനിമ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഡയറക്ടറുടെ തീരുമാനമായിരുന്നു ആ പോർഷൻ ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ളത്. ഒരിക്കലും ഒരു ബ്രൂട്ടൽ സീനല്ല റിയാസ് ഖാൻ, തെറ്റിദ്ധരിക്കരുത്. കാരണം ഓക്കെ, ഞാൻ പറഞ്ഞൊരു കാര്യം അതൊരു തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ അത് എനിക്ക് തന്നെ മോശമായിട്ട് മാറും. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കണം എന്നൊരു വിശ്വാസം, ഒരു ആവശ്യം എനിക്കുണ്ട്. അപ്പൊ അവിടെ റിയാസ് ഖാന്റെ ഭാഗം ഒരിക്കലും ബ്രൂട്ടൽ അല്ല, അതൊരു നോർമൽ സീനാണ്. നമ്മൾ OTT ആഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. ഇപ്പൊ OTT നമുക്കൊരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി തിയേറ്ററിൽ റിലീസായ മൂവിയാണ്, നമ്മളെ കൊണ്ട് നമ്മളെ ആഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അവരത് ആക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് ഇതൊക്കെ വരുള്ളൂ. അവരെ ആക്സെപ്റ്റ് ചെയ്താൽ വരും. പിന്നെ നമുക്ക് അവരെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. അവരുടെ നമ്മളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് അവർ മേടിച്ചാൽ അവരുടെ തീരുമാനമാണ്, നമുക്ക് അവിടെ തീരുമാനങ്ങളില്ല. നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ റിയാസ് ഖാന്റെ പാട്ട് നമ്മൾ ആഡ് ആക്കി കൊടുക്കും. പിന്നെ നമ്മൾ ഈ സിനിമയിൽ സെൻസർ കട്ട് ചെയ്തിട്ടുള്ള വെച്ചാൽ ബ്രൂട്ടാലിറ്റിയുടെ പീക്ക് അടിക്കുന്ന ഭാഗം അവർ ഇന്റൻസിറ്റി കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് സീനുകളൊന്നും ഞാൻ പറയുന്നില്ല, ആ സീനിന്റെ ഇന്റൻസിറ്റി കുറച്ചിട്ടുണ്ട്. അതായത് ഒരു 5 സെക്കൻഡ് ഉള്ള സീനാണെങ്കിൽ അതൊരു 3 സെക്കൻഡ് ആക്കിയിട്ട്, അത്രയല്ല, ഒരു 13 സെക്കൻഡ് ഉണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. അത് 70% കട്ട്. അത് ബ്രൂട്ടാലിറ്റി ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പൊ കണ്ടതല്ല ഇന്റൻസിറ്റി, അതിനൊക്കെ കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. സീൻസ് മാറുന്നില്ല, സെയിം സീനിൽ തന്നെ ഇന്റൻസിറ്റി കൂടുതലായിരുന്നു. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഞാനൊരാളെ കൊല്ലുകയാണെങ്കിൽ ഒറ്റ കുത്തിന് കൊല്ലാം, 10 പ്രാവശ്യം കുത്തി കൊല്ലാം. ഈ 10 പ്രാവശ്യം കുത്തുന്ന ഇന്റൻസിറ്റി കൂടുതല. അതായത് സെയിം സീൻ തന്നെ. അപ്പൊ നമ്മൾ 10 ഒന്നാക്ക്. ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കട്ടായിട്ടുള്ളൂ. അല്ലാണ്ട് കാണുന്ന രീതിയിലുള്ള ഒന്നും മാറിയിട്ടില്ല. ഇത് നമ്മൾ പരമാവധി OTT അതും കൂടി ആഡ് ചെയ്യാൻ നോക്കും. പക്ഷെ അത് വേണോ വേണ്ടെന്നുള്ള ഫുൾ വേർഷൻ കൊടുക്കും. പിന്നെ അവരുടെ ഇഷ്ടമാണ്, അവര് തീരുമാനിക്കുകയാണ് അത് ഫുൾ ഇടണമെന്ന് തോന്നിയാൽ ഇടാം. പിന്നെ അവർക്ക് അത് ബ്രൂട്ടാലിറ്റി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അവർക്കും കട്ട് ചെയ്യാം. മനസ്സിലായില്ല? അപ്പൊ നമ്മളുടെ ഭാഗത്ത് നമ്മൾ കൊടുക്കും. പിന്നെ സെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻസറിൽ പോയിട്ട് നമ്മൾ പരമാവധി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യില്ല, നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് അവരെയും ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ ലിമിറ്റേഷനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട്. കാരണം സെൻസറിന് അവരുടെ റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് പ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് റൂൾസ് അവർക്കും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ആനിമലും കില്ലും ഒക്കെ വരുന്നത്. അപ്പൊ ശരിക്കും ആ 2 സിനിമയും കേരളത്തിലും ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു. ഇപ്പൊ ശരിക്കും ആ സിനിമകൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് തന്നു മാർക്കോയ്ക്ക്. കാരണം ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു തീർച്ചയായിട്ടും ആനിമൽ ഞാനൊരു 4 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടതാ. ആനിമല് കില്ല് മൂവി ഞാനും ഉണ്ണിയും എന്റെ വൈഫും കൂടി കണ്ടത്. ആക്ച്വലി എന്റെ വൈഫ് ഞാൻ ഭയങ്കര ഞെട്ടിച്ചു. ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ണി സത്യത്തിൽ കണ്ണുപൊത്തിട്ട് മൂവി കണ്ടത്. സീരിയസ്ലി പല ബ്രൂട്ടൽ സീൻ, തല അടിച്ച് ഗ്യാസ് കൊണ്ട് അടിക്കുന്ന സീനൊക്കെ ഉണ്ണി കണ്ണുപൊത്തിട്ട് കണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് ഉണ്ണിയോട്, ബ്രോയിൽ ഇതൊക്കെ ചെയ്തു വെച്ച്. അപ്പൊ ഉണ്ണി മറ്റേ പഴയ സിനിമയിലെ കോമഡി പറഞ്ഞത് എനിക്ക് കാണാൻ പറ്റില്ല, ചെയ്യാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പക്ഷെ എന്നെ ഞെട്ടിച്ചെന്താ വെച്ചാൽ എന്റെ സൈഡിലേക്ക് എന്റെ ഭാര്യ ആ കില്ല മൂവി കണ്ടതല്ലേ, കില്ല മൂവിയിൽ ഒരു കുറച്ച് ആൾക്കാരെ ഈ ബോഗിനുള്ളിൽ കെട്ടി തൂക്കിയിട്ട് കൊന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എന്റെ ഭാര്യ കൈയടിക്കായിരുന്നു. ആ കൈയടിച്ചപ്പോ എനിക്ക് ഇത് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സിനിമയിൽ ഇങ്ങനെ വേണം, ലൈഫിൽ ഇങ്ങനെ വേണം എന്നല്ല കേട്ടോ, ഒരു സിനിമയിൽ ഇങ്ങനെ വേണം, ഒരു ഹീറോ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെ എനിക്ക് വയലൻസ് അത്ര വലിയൊരു പ്രശ്നമല്ല. പിന്നെ കില്ലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയ മൂവിയാണ്. പിന്നെ ആനിമലിലെ ഒരു സ്വാഗും സ്റ്റൈലും, ഞാൻ ആക്ച്വലി രൺബീർ കപൂറിന്റെ ആ ഒരു സ്റ്റൈലും സ്വാഗും കാണാൻ വേണ്ടിയിട്ടാണ് 3-4 വർഷം പോയത് ആ മൂവി കാണാനായിട്ട്. കാരണം നമുക്ക് ഇഷ്ടമാണ്, നമ്മളായിട്ടാണ് അവരെ കാണുന്നത്. നമുക്കൊരിക്കലും അവരെ പോലെ ആവാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സിനിമ കാണുമ്പോഴേലും നമുക്ക് കുറച്ചു നേരത്തിന് അവരെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുമല്ലോ. അപ്പോ അതുകൊണ്ട് ആ കോൺഫിഡൻസ് 100% ഉണ്ടായിരുന്നു, ആനിമൽ ആയാലും കില്ലായാലും. നമ്മളൊരു സിനിമനെയും ഇത് വെച്ച് കമ്പയർ ചെയ്യണമെന്നില്ല. കാരണം എല്ലാ സിനിമയും ഒന്നിനൊന്ന് മെച്ചങ്ങളാണ്. നമ്മുടെ സിനിമ അവരെക്കാളും നല്ലതാണെന്ന് നമുക്ക് പറയാനില്ല. നമ്മുടെ സിനിമ അവരെക്കാളും നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് ഓഡിയൻസ് തീരുമാനിക്കും.